ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ രാവിലെ ചേട്ടനും പിള്ളേരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് സമയങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആക്കിയത്. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ഡെയിലി വ്ളോഗൊന്നും ഇതുവരെയും ഇട്ടിട്ടില്ല. എനിക്ക് അത് ഇടാൻ വലിയ അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിൻ പ്രശ്നം വോയിസ് ഓവർ കൊടുക്കാനും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവാറുണ്ടായിരുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് തന്നെ ചെയ്യണത്. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കൽ തന്നെയാണ് കേട്ടോ. അവരുള്ള സമയത്തൊന്നും ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ തുണികളൊക്കെ എനിക്ക് മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ ആയ കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടാനും ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മുറി എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണ മുറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കധികം തുണികൾ അവിടെ അങ്ങനെ അധികം ഇട്ട് വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ ഇതിനകത്ത് തുണിയൊക്കെ കിടക്കണം കാണുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ഞാൻ അവിടെ ഉള്ള തുണികളെല്ലാം ഇങ്ങനെ മടക്കി അലമാരിയിൽ വെക്കും കേട്ടോ. ഞാനപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞുണ്ട്. അപ്പോൾ 500 സബ്ബൊക്കെ ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തുടക്കത്തിൽ 100 സബ്ബ് പോലും തികച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 88 ആയിരുന്നു എൻ്റെ ആദ്യത്തെ സബ്ബ്. പിന്നെ അത് ഇത്രയും ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഷോർട്സിന് 1 ലാഖിലും മേലെ വ്യൂസ് പോയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 400 സംതിങ് സബ്ബ് കിട്ടിയത്. അപ്പം എനിക്ക് അതൊരു പുതിയൊരു അനുഭവമാണ് കേട്ടോ. നമ്മുടെ ഒരു ഷോർട്സിൽ നിന്ന് തന്നെ നമുക്ക് അത്രയും സബ്ബ് കിട്ടും. അപ്പോൾ ഇത് പുതിയൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും ഷോർട്സൊക്കെ ഇടാൻ പലരും വീഡിയോസിൽ പറയണേക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ദിവസവും ഷോർട്സ് ഇടുക പറയാൻ പറ്റില്ല ഏതാണ് നമുക്ക് ഇതുപോലെ ഒരു ലെക്കായി മാറണേന്നുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മറ്റുള്ള പണി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകമൊക്കെ അടിച്ച് വാരി തുടക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടിച്ചുകൊണ്ട് പോകണത് മുഴുവൻ അവരുടെ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വെക്കാൻ വേണ്ടി ഒരു ബക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ അവർ വെക്കാറില്ല. ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം പറക്കി കൂട്ടി അതിനകത്തോട്ട് വെക്കണത്. അപ്പോൾ ഇത് മോന് വാങ്ങിക്കൊടുത്ത കുറച്ച് കളിപ്പാട്ടങ്ങളാണ്. ഈ വണ്ടും അതുപോലെ പുൽച്ചാടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനെയുള്ള ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാനൊന്ന് റെഡി ആയതാണ് കേട്ടോ. വീട്ടിൽ നിൽക്കണതാണെങ്കിലും അത്യാവശ്യം മേനുള്ള രൂപത്തിൽ നമ്മൾ നടക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴത്തേക്കും പിന്നെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പിന്നെ ചോറുണ്ടാന്ന് കരുതി. അപ്പം ഇന്ന് അയിലയാണ് കറി വെച്ചത്. അപ്പോൾ അയില ഞാൻ തല കറി വയ്ക്കും, ബാക്കിയുള്ള ഭാഗമൊക്കെ വറക്കും കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വേറെ പണിയുണ്ട് കേട്ടോ. തുണികൾ ഇനിയും ഉണ്ട് കഴുകാൻ. അപ്പോൾ അതെല്ലാം കഴുകണം. അപ്പം നൈസായിട്ട് ചോറൊക്കെ ഉണ്ട്. പിന്നെ ആ തുണി കഴുകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ തുണി കഴുകണ ഭാഗത്ത് തന്നെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം താഴെ വീണ് ആകെ വൃത്തികേടായിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് അവിടെ നിന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇവിടെ എത്ര അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റാകുമ്പോൾ ഇലകൾ പിന്നെയും വന്ന് വീഴും കേട്ടോ. എന്നാലും പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറ്റടിക്കാത്തൊക്കെയാണെന്ന് കേട്ടോ വിചാരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ അഴയിലിടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ ചെയ്യാൻ ആരും മടിക്കരുത്. അപ്പോൾ എല്ലാവരോടും വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ